ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം വാഴപ്പള്ളി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. ഓൾ കേരള റേഷൻ റീട്ടെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുൻ MLA ജോണി നെല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം മൂവാറ്റുപുഴ വാഴപ്പള്ളി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. സമ്മേളനം ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 6 വർഷമായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 2018 നമ്മുടെ വേതന പാക്കേജ് അംഗീകരിച്ചത്. നിങ്ങൾക്കറിയാം, 2018 അംഗീകരിച്ച വേതന പാക്കേജ് അന്ന് നമ്മൾ സമ്മതിക്കാത്തതാണ്. വലിയ എതിർപ്പോടുകൂടി വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലായി എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, നമ്മളൊരു പുതിയ വ്യവസ്ഥയിലേക്ക് മാറുകയല്ലേ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഓരോ 90 ദിവസം അല്ലെങ്കിൽ വേണ്ട ഒരു 6 മാസം നമുക്കൊന്ന് പരിശോധിക്കാം. 6 മാസം നോക്കുമ്പോൾ ഇത് ദോഷമാണ്, എന്തൊക്കെ ദോഷമുണ്ട് എന്ന് കണ്ടാൽ അതനുസരിച്ച് പുനരവലോകനം ചെയ്ത് നമുക്ക് പുതിയ വേതന പാക്കേജ് തരാം എന്ന് പറഞ്ഞു. നമ്മുടെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, 2018 ജൂലൈ മാസത്തിലാണ് മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും കേരളം ഒരിക്കലും കാണാത്ത വിധത്തിൽ മഹാപ്രളയമുണ്ട്. ആ പ്രളയം വരുമ്പോൾ പ്രളയത്തിലെല്ലാം നശിച്ച്, വീടുകൾ നശിച്ച, ആളുകൾ മരിച്ച്, കേരളം നശിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും ഒക്കെ വാവിട്ട് കരയുമ്പോൾ റേഷൻ കടക്കാർ നമ്മുടെ കമ്മീഷൻ വേതന പാക്കേജ് എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റും. പോയില്ല. 2019 ആകട്ടെ പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ വീണ്ടും വെള്ളപ്പൊക്കം. ആ പ്രാവശ്യം പോയില്ല. 2020 എല്ലാം ഭദ്രമായി എന്ന് കരുതി മെമ്മോറണ്ടൊക്കെ തയ്യാറാക്കി ചെന്നപ്പോൾ കോവിഡ്. 20, 21, 22 കോവിഡ് നടന്നില്ല. 22 കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ നിരന്തരമായി മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ, ധനകാര്യമന്ത്രിയെ, രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ മാറി മാറി കാണുകയാണ്. റേഷൻ കച്ചവടക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി കുടിശ്ശിക നൽകുക, കമ്മീഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിനോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ അംഗങ്ങളുടെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ആദരവ് നൽകി. താലൂക്ക് പ്രസിഡന്റ് ജോസ് നെല്ലൂർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PPL ദോസ്, താലൂക്ക് സെക്രട്ടറി PS മജീദ്, ജില്ലാ പ്രസിഡന്റ് ബേബി VV, ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് UN ഗിരിജൻ, വർഗീസ് കുട്ടി, MM രവി, MM ബഷീർ, VI സണ്ണി, ബിജി സാജൻ, സിദ്ദിഖ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.